വഴിയേ പൂവഴിയും നീരാ മഴവില്ലു പോലെ. വീഡിയോയിൽ കാണുന്ന പോലെ ശരിക്കും ഡയറക്റ്റ് നമുക്ക് അവിടെ കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളൊരാളുടെ കണ്ണിൽ കാണുന്ന ഒരു സന്തോഷങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഡയറക്റ്റ് അവിടെ വെച്ച് ഞങ്ങൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ആ സ്പോട്ടിൽ പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല റെസ്പോൺസ് ആയിരുന്നു. നമുക്ക് ഇതുവരെയായിട്ട് ഒരു ബാഡായിട്ട് ഞങ്ങളെല്ലാവരും സ്ട്രീറ്റ് ബസ്കേഴ്സാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയൊരു ടീമാണ്. കുഴപ്പമില്ല, ഒരു ഉച്ചക്ക് കഴിഞ്ഞപ്പോഴില്ല ഇൻസ്റ്റഗ്രാമും തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്റെ ഫോട്ടോ പിന്നെ പ്രകാശമേ സൂര്യോദയം. ഹലോ ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ടോക്കിംഗ് പോയിന്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരു ബഞ്ച് ഓഫ് കലാകാരന്മാരാണ്. നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ഒരു പബ്ലിക് ന്യൂസൻസ് ആയ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കലാകാരന്മാരെ മീറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ഒരാഴ്ചക്കിടയിൽ ഭയങ്കര കത്തിപ്പടറിയ ഒരു വിവാദമായി മാറി എന്ന് കേട്ടല്ലോ, ശരിയാണോ? പാട്ട് നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ട് ഫോമാണ് പാട്ട്. അതിനെ ഒരു പബ്ലിക് ന്യൂസൻസ് എന്ന് പറഞ്ഞപ്പം എന്തായിരുന്നു നിങ്ങളുടെ ഉള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു പബ്ലിക് ന്യൂസൻസ് അല്ല, പക്ഷേ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് ശരിക്കും. പക്ഷെ ഞങ്ങളത് ചെയ്തപ്പോൾ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു, ഇങ്ങനെയാവും എന്നുള്ളൊരു ബുദ്ധിമുട്ടാവും നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ അത് വീഡിയോ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവം, ആ ഒരു പേര് കിട്ടിയത്. നിങ്ങൾ ഈ മ്യൂസിക് അന്ന് പാടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓഡിയൻസ് അതെങ്ങനെയായിരുന്നു ആ സ്പോട്ടിൽ എടുത്തത്? ആ സ്പോട്ടിൽ പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല റെസ്പോൺസ് ആയിരുന്നു. നമുക്ക് ഇതുവരെയായിട്ട് ഒരു ബാഡായിട്ട് ഞങ്ങളെല്ലാവരും സ്ട്രീറ്റ് ബസ്കേഴ്സാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയൊരു ടീമാണ്. അപ്പോൾ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് റെസ്പോൺസ് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ബാഡായിട്ടുള്ള റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്കതിനെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പേടിൻ്റെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടായില്ല. ഇപ്പോൾ അവിടെ പാടാണെങ്കിലും അവസാനം വന്നിട്ട് ഇപ്പോൾ ഇതെന്തിനാ പാടണം, ഇങ്ങനെയൊക്കെ പാടണം, ആൾക്കാർക്ക് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്, നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ഉണ്ടായിട്ടില്ല. എല്ലാവരും അതിനനുസരിച്ച് നല്ല റെസ്പോൺസ് ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനായാലും എല്ലാ സ്ഥലത്തും പറയണ ഒരു കാര്യം, അതായത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ശരിക്കും ഡയറക്റ്റ് നമുക്ക് അവിടെ കിട്ടണ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളൊരാളുടെ കണ്ണിൽ കാണുന്ന ഒരു സന്തോഷങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഡയറക്റ്റ് അവിടെ വെച്ച് ഞങ്ങൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തൊന്നും. പക്ഷെ ഒരു ബാഡായിട്ട് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആൾക്കാർ ഡയറക്റ്റ്ലി നല്ല രീതിക്ക് പെരുമാറിയിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞതിനൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അതാണ്. അല്ല, അങ്ങനെ ഒരു വിഷമം വന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർത്തോ, വേണ്ട നമുക്ക് ഈ പരിപാടി നിർത്തിയിരിക്കാം, പബ്ലിക്കിന്റെ ഇടയിൽ ഇനി കയറണ്ട, പാട്ട് വേണ്ടെന്നല്ല, പബ്ലിക്കിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തണ്ടെന്ന് അങ്ങനെയൊക്കെ ഒരു തോട്ടൊക്കെ പോയോ? ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടായി, ഞങ്ങൾ പറഞ്ഞല്ലോ അവിടെയുള്ള ആർക്കും അങ്ങനെ പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ശരിയാണ്, ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാവുന്നതാണ് കുറേ പേര് കമൻസിൽ പറയണം. എല്ലാവരും അങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നില്ല. സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായെങ്കിൽ ഇപ്പോൾ ആളൊരു സോറി പറയുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് അങ്ങനെയുള്ളൊരു അങ്ങനെ അത് ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ശരിക്കും ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിലാണ്. സോ ആ മെട്രോയിൽ ഞങ്ങൾ പാടുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും ശ്രദ്ധിക്കും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഓരോരുത്തരുടെ റിയാക്ഷൻസ് കാണുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെ നോക്കും, ഇങ്ങനെ നോക്കി നമ്മൾ പാടുന്നത്. അപ്പം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ ഞങ്ങൾ പറയാം, ഒരു പ്രോബ്ലം ആണെങ്കിൽ എല്ലാവരും നമ്മളോട് പറയണം, അതായത് ഇപ്പോൾ ഇത് വേണ്ടാന്നൊക്കെ പറയണം, നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ ഇറങ്ങിയേനെ. പക്ഷേ ഇത് നമ്മൾ പാടി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ നന്നായിട്ട് റെസ്പോൺസ് ചെയ്ത് തുടങ്ങി. ഇത് പാടിക്കോ, അങ്ങനത്തെ ഒരു റെസ്പോൺസ് ആയിരുന്നു എല്ലാവരും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രം ഞങ്ങൾ മെയിൻലി ഇപ്പം പറഞ്ഞ പോലെ ഞങ്ങൾ 5 പേരുടെ ഒരു വീഡിയോ ഒരു കണ്ടന്റിന് വേണ്ടി ഞങ്ങൾ കയറി ഞങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഞങ്ങൾ എടുത്തു. റെസ്പോൺസ് ഞങ്ങൾക്ക് അതിനുള്ള റെസ്പോൺസ് കിട്ടി, വീഡിയോ എടുത്തു കഴിഞ്ഞു. എന്നിട്ടും അവർ പറയുന്നുണ്ട് നിങ്ങൾ പാടിക്കോ, അങ്ങനെ വരെ നമുക്ക് മറുപടി കിട്ടി. മെട്രോയിലെ ആൾക്കാർക്കല്ല, ബാക്കിയുള്ള ജനങ്ങൾക്കായിരിക്കും പ്രശ്നം. അത് അങ്ങനെ തന്നെയാണല്ലോ. കാരണം ഇപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പലപ്പോഴും ഒരു മൂവീനെ, കേരള കഫേ മൂവി എന്നുള്ളൊരു മൂവീനെ കമ്പയർ ചെയ്തിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംഭവം ശരി തന്നെ ഇല്ല എന്നൊന്നും പറയില്ല. കാരണം ഇപ്പോൾ മെട്രോയിലാണെങ്കിലും പല സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ആൾക്കാരുകളായിരിക്കാം. അപ്പോൾ ഞാനാണെങ്കിലും ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ ഉണ്ടായ ആൾക്കാർക്കോ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർക്കോ ഒന്നല്ല ഞാൻ സോറി പറഞ്ഞത്. അതായത് ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഒരാൾ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെന്തായാലും ഞാൻ സോറി പറയണമല്ലോ. കാരണം ഇങ്ങനെ ഇത്രയും പുറത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വിഷമിച്ച ഒരാൾ എപ്പോഴെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം.
അപ്പോൾ ആളോടാണ് എനിക്ക് സോറി പറയാനുള്ളത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ട്ടാ, ഞാൻ അവരങ്ങനെ പറഞ്ഞപ്പോൾ അതിനൊരു മറുപടി ആയിട്ട് ഞാൻ പറയണേ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം. ഞങ്ങളുടെ കണ്ണിലാരും പെട്ടിട്ടില്ല. എൻ്റെ ഇവര് പറഞ്ഞ പോലെ ആരെങ്കിലും അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരോടായിട്ടാണ് സോറി പറയണത്. അല്ല, നമ്മൾ ഈ മെട്രോയിൽ മൂവി പ്രൊമോഷൻസ് അങ്ങനെ കുറേ പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പബ്ലിക്കിൻ്റെ ഇറങ്ങി കഴിഞ്ഞാൽ റോഡ് തടഞ്ഞു വെക്കുക, പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻ്റർഫറൻസ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്. അതൊന്നും ആരും എടുത്തു പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതൊക്കെ കോമൺ ആണ്, മനസ്സിലായില്ലേ? ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് ഈ ഒരു സൊസൈറ്റി നല്ലൊരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. അതോടെ ഉള്ള ആൾക്കാർ പോലും അല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത് കഴിഞ്ഞ് നിങ്ങൾ, എനിക്ക് തോന്നുന്നു പബ്ലിക്കിന്റെ ഇടയിൽ നിങ്ങൾ ഇറങ്ങണം, നിങ്ങളുടെ കഴിവ് കാണും. അഞ്ചുപേരും ഈ എങ്ങനെ പോലും 2-2.5 വർഷമായിട്ട് ഈ ഒരു ബസ്കിങ് കാര്യങ്ങളായിട്ട് ചെയ്ത് ഈ ഒരു എറണാകുളം ജില്ലയിൽ തന്നെ, ജില്ലയിൽ നിന്നല്ല പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി പാടിയിട്ടുണ്ട്. അപ്പം എങ്ങനെ ഒരു നെഗറ്റീവോ കാര്യങ്ങളോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ കണ്ടിന്യൂ തന്നെ ചെയ്യും. നമ്മളിപ്പോൾ ഇതിനു മുമ്പാണെങ്കിലും ഞാൻ വീഡിയോ ഇട്ടിട്ട് നമുക്കങ്ങനെ ബാഡായിട്ട്, ഇപ്പം അവസാനമായിട്ട് വീഡിയോയിലായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നത് പെട്ടെന്ന്. പക്ഷെ ഫസ്റ്റ് ഇട്ട വീഡിയോകളിലൊന്നും ഇങ്ങനെ ഇല്ല. അപ്പോൾ പെട്ടെന്നാണത് കത്തി പടർന്ന് ഒരു വീഡിയോക്ക് നെഗറ്റീവ് വന്നു, പിന്നെ ബാക്കി കണ്ടിന്യൂസ്ലി ഭാവൻ്റെ അടുത്ത് എല്ലാ വീഡിയോസും എടുത്തിട്ട് അലക്കാൻ തുടങ്ങി എല്ലാവരും കൂടെ. എനിക്ക് ശരിക്കും മനസ്സിലായെന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇങ്ങനെ, അതായത് ഒരാളിങ്ങനെ മലയാളികളുടെ പൊതുവെയുള്ള പ്രശ്നം, ഒരാൾ വളർന്നു വരുമ്പോഴേക്കും ആദ്യം പൊക്കും പിന്നെ കുറച്ച് ചവിട്ടി താഴും. അത് നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവനിങ്ങനെ വളർന്നു വന്നിട്ട് അവൻ ആ ഒരു റീച്ചൊക്കെ കാണുമ്പോഴേക്കും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. വന്നിട്ടില്ല. ഞാൻ ഈ സംഭവം ഉണ്ടാവണേലും കഴിഞ്ഞ ആഴ്ച മുമ്പ് വരെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞോളൂടാ, നമുക്ക് അങ്ങനെ ബാഡ് ആയിട്ടുള്ളൊരു കമന്റ്സ് ഒന്നും വന്നിട്ടില്ലാലോ എന്നങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു. പിന്നെ അടുത്ത ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സംഭവം ഇവനെ സൂക്ഷിച്ചു. കാരണം അതിലങ്ങനെ പിടിച്ച് ആവശ്യമില്ലാത്ത വീഡിയോകളൊക്കെ എടുത്തിട്ട് ട്രോൾ ചെയ്തു. ആ ഒരു വീഡിയോന് പിന്നെ ബാക്കിയുള്ള എല്ലാരും ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാലേ ഇപ്പൊ വേറെ ഇപ്പൊ ഏത് മെട്രോ, ബാംഗ്ലൂർ എവിടെ മെട്രോ ആയാലും ഒരുപാട് റീൽസ് കിടപ്പുണ്ട് ആൾക്കാർ ജാം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ വേറെ ആരും ശ്രദ്ധിക്കുന്നതിൽ കൂടെ അവർ പാടുന്നതായിട്ട് കുറെ ഉണ്ട്. നമ്മൾ പാട്ട് മെട്രോയിൽ പാടിയപ്പോൾ ഒരു കുഞ്ഞു കുട്ടി അവിടെ കൈയടിക്കുന്നുണ്ട്, കണ്ടിരുന്നോ? അത് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. അത് റീലുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ശരിക്കും പോസിറ്റീവ് എനർജി കൊടുത്തു. അങ്ങനെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പുറത്തിരുന്ന് കരയുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഇപ്പൊ അവരടുത്ത് റിവ്യൂ ചോദിച്ചു കഴിഞ്ഞാലും, കാരണം ആ കമന്റ് ബോക്സിൽ മെട്രോയിൽ ഉണ്ടായ ആൾക്കാർ വരെ കമന്റ് ഇട്ടിട്ടുണ്ട്. മോശമായിട്ടും അല്ലല്ല, നല്ലതായിട്ട്. ഇപ്പൊ കാരണം ഒരു ഇത്രയും ടൈം നമുക്ക് ബാഡ് കിട്ടി, പിന്നെ എല്ലാവരും ഇതിനെ പറ്റി സപ്പോർട്ട് ചെയ്തപ്പോൾ സംഭവം ഉൾട്ട മാറി. അതായത് പിന്നെ നല്ല ഒരു കമന്റ്സ് ആയിട്ട് വന്നു തുടങ്ങി, നല്ല വീഡിയോസ് ആയി തുടങ്ങി. ആദ്യം പറയുമ്പോൾ കളിയാക്കൽ. ഞാൻ വിചാരിച്ചു, അതായത് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ വിട്, അതായത് ഇങ്ങനെ ഒരു ബസ്കേഴ്സിനെ വിട്ടുകളെ, ഒരു ആർട്ടിസ്റ്റിനാണ് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക. കാരണം ഇപ്പം ഞങ്ങൾ ഇത്രയും 5 പേരും പാട്ട് പാടുന്ന ആൾക്കാരാണ്. ആ കഴിവ് ദൈവം നമുക്ക് തന്നേക്കണതാ. അതൊക്കെ പാടാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ അതൊരു പ്രത്യേക കഴിവ് നമുക്ക് അതൊന്നും കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഭാഗ്യം തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ ഏറ്റവും ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗിറ്റാറും എൻ്റെ ത്രോട്ട് തന്നെയാണ്. എനിക്കതാണ് വലിയ ആഗ്രഹം, പാട്ട് പാടാനാണ്. പക്ഷെ അതാണ് കാരണം. ശരിക്കും ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു സിംഗറിൻ്റെ, നമ്മൾ ശരിക്കും ഒരു സിംഗറിനെ നമ്മൾ കാണുമ്പോൾ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യണം. അതങ്ങനെയാണ്. എത്ര വലിയ സിംഗേഴ്സ് ആണെങ്കിലും എന്താർട്ടാണെങ്കിലും, സിംഗർ എന്നല്ല, എന്താർട്ടാണെങ്കിലും നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ ഇവൻ വലിയ പാട്ടുകാരനാണ്, ഇപ്പൊ ഞാൻ വലിയ പാട്ടുകാരനാണ്, ഇപ്പൊ അങ്ങനെ നമുക്ക് ആർക്കും ഇല്ല. ഇപ്പൊ കാണുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. നമ്മള് പുതിയൊരു ആർട്ടിസ്റ്റ് കടന്നു വരുമ്പോ അവന് അങ്ങനെ ഒരു വീഡിയോ കൊടുക്കാൻ നല്ല നമുക്കൊരു മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ ഇല്ല. ഇപ്പൊ ഇതിലാണെങ്കിലും ഇപ്പൊ ഏറ്റവും ഞാനൊക്കെ ഒരു ബിഗിനർ എന്ന് പറയാം, എനിക്കത് പറയുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ബിഗിനർ സ്റ്റേജിൽ നിന്ന് ഞാനൊരു വേറെ ആർട്ടിസ്റ്റിനൊക്കെ എനിക്ക് കിട്ടുക, അല്ലെങ്കിൽ എന്നെക്കാളും വലിയൊരാളെ കാണുമ്പോഴേക്കും ഞാനവിടെ ഈ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ഞാൻ അവിടെ നിന്ന് ലേൺ ചെയ്യാറുണ്ട്. എനിക്ക് അവിടെ നിന്ന് എന്തൊക്കെ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുക കാര്യങ്ങളൊക്കെ ഞാൻ ആളുടെ ഇടയ്ക്ക് എടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലേ ചിന്തിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഞാൻ മീറ്റ് ചെയ്യുന്ന ഏത് ആർട്ടിസ്റ്റുകളോട് ഞാൻ ആ ഒരു ലെവലിലേക്ക് ഇടപെടുള്ളൂ. വേറെ ഒരാൾ അവിടെ നിന്ന് പാടുന്ന കാണുമ്പോൾ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുകയും അങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ ഇപ്പൊ ഞാനിപ്പോ
ഈച്ച് ആൻഡ് എവരി വൺ ഞങ്ങൾ എല്ലാവരും പരിചയപ്പെട്ട അങ്ങനെയാണ്. എല്ലാവരും പലയിടത്തുള്ള ആൾക്കാരാണ്. ഞങ്ങൾ 5 പേരും 5 ജില്ലക്കാരാ. ഓ അങ്ങനെയാണോ നിങ്ങളുടെ 5 ജില്ലയിലുള്ളവരാ. ഞാനിവനും ഏകദേശം 3 വർഷമായി. ഈ കൂട്ടത്തിൽ ആദ്യം ഞാൻ പരിചയപ്പെടുന്ന ഇവനുമായിട്ടാണ്. ഓ ഞാനോർത്ത് നിങ്ങള് മറ്റേ ഭയങ്കര ഞങ്ങളെ എല്ലാരും കൂടെ ഒന്നിപ്പിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, മ്യൂസിക്കാണ്. ഞാനിപ്പോ നല്ല ഇപ്പൊ എനിക്കാണേലും ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 2 year ആയിട്ടുണ്ട്. ഇപ്പൊ ഇവരെനിക്ക് ഞാൻ എല്ലാവരും കണ്ടത് സ്ട്രീറ്റിൽ ഇങ്ങനെ ബസ്ക് ചെയ്തിട്ട് നമ്മൾ പരിചയപ്പെട്ടത് എല്ലാവരും. അപ്പൊ എനിക്കാണെങ്കിലും പതിന്ന് അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയല്ലോ. അതാണ് നമ്മൾ വിചാരിക്കണേ. അല്ലാണ്ട് ഇപ്പൊ അവര് പുതിയൊരു ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ചേരില്ല, നമ്മൾ അങ്ങനെ വിചാരിക്കണില്ല. ഓക്കെ നമ്മുടെ കൂടെ നിർത്താം, അങ്ങനെയല്ല നമ്മൾ ശരിക്കും വിചാരിക്കണ്ടേ. അപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ടൈമില് പെട്ടെന്നൊരു അടിയിലോട്ട് ഡൗൺ ചെയ്തപ്പോ അങ്ങനെ കാണുന്നില്ല. പക്ഷെ നെഗറ്റീവ് വന്നപ്പോ കുറെ പേര് സപ്പോർട്ട് ചെയ്തു. വലിയ തെറ്റില്ല, മ്യൂസിക്കിലായിരിക്കും. അതും മ്യൂസിക്കിന്റെ അതാണ്. അല്ല ഞാൻ ഒരു കാര്യം ഭയങ്കര ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല പൊളിറ്റിക്കൽ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. കമന്റ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഓരോ വാഹനങ്ങളിൽ വലിയ ശബ്ദത്തിൽ പാട്ട് വെക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ പബ്ലിക് നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ പാട്ടിന് മാത്രം എന്താ താഴ്ത്തണം പറയുന്നത് സന്തോഷം മാത്രം, ലൈക്ക് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന സന്തോഷം മാത്രം. പക്ഷെ ഞങ്ങൾ അത് പറഞ്ഞിട്ട് ഒരിക്കലും ഇപ്പൊ ഞങ്ങൾ ഈ പാടിയപ്പോൾ ബുദ്ധിമുട്ടുണ്ടായ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരിക്കലും ഈ കാര്യങ്ങൾ വെച്ച് നമ്മൾ ന്യായീകരിക്കണില്ല. ഞങ്ങൾ ഇത് ശരിയാണ് കാരണം ഇവിടെ ഇങ്ങനെ കിടക്കണല്ലോ എന്നാൽ ഞങ്ങളും ചെയ്യും, അങ്ങനെ ഒരിക്കലും പറയണില്ല. അതെ, അത് ഞങ്ങൾ മനസ്സിലാക്കി. അതാരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ സോറിയും പറഞ്ഞു. പക്ഷെ എനിക്ക് ചോദിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ട് കമന്റിൽ വന്നിട്ട്, എടാ നിങ്ങൾ പാട്ടൊക്കെ നല്ലതാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് റെസ്പെക്റ്റ് ഉള്ളൂ അവരോട്. പക്ഷെ ഒരു കാര്യമില്ലാണ്ട് വെറുതെ നമ്മുടെ വീട്ടുകാരെയും അങ്ങനെ കുറെ തെറി പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. അതെ, സോ എനിക്ക് അവരോട് അല്ല ഞങ്ങൾ അല്ല വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ KSRTC ബസ്സിന് മുമ്പിൽ ആംബുലൻസ് മുമ്പിലൊക്കെ ഇലയും കുലുക്കിയിട്ട് നില്ല കളിച്ച ടീംസാണ് നമ്മൾ സിവിക് സെൻസിന്റെ കാര്യം പറയണേ. സോ ഒരിക്കലും ഞാൻ അത് പറഞ്ഞിട്ട് ന്യായീകരിക്കണതല്ല. ആ ചെറിയ തെറ്റെങ്കിൽ ചെറിയ തെറ്റ് തന്നെ, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ ഈ കാണുന്നവരോട്, ഈ ഒരു ചെറിയ കാര്യം ലൈക്ക് കുറെ പേർക്ക് അറിയില്ല, കുറെ പേര് വിചാരിച്ച് നമ്മളവിടെ കുറെ നേരം പാടിക്കൊണ്ടിരിക്കുന്ന. ഒരിക്കലും ജോലി കഴിഞ്ഞ് പോകേണ്ട ടൈമിൽ ഞങ്ങൾ പാടുന്ന ഒന്നാമത്തെ രാത്രി 9-10 മണി സമയത്ത് ഞങ്ങൾ പെർഫോം ചെയ്യണം. ഒന്നാം കാര്യം എല്ലാവരും ആൾക്കാർ ഭയങ്കര കുറവുള്ള സമയമാണ്. അതെ, പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യണത് ഒരിക്കലും ഇപ്പൊ അറിയാത്തവർ കുറെ പേരുണ്ടാവും. ഞങ്ങൾ ഒരിക്കലും അവിടെ ഒരു മെഗാ സീരിയൽ പോലെ കുറെ 1/4 മണിക്കൂർ ഞങ്ങൾ പെർഫോം ചെയ്യണില്ല. അതെ, ഞങ്ങൾ ഒരു പാട്ട് പാടും. ഇപ്പൊ കണ്ടാരെങ്കിലും നമ്മുടെ ലൈവ് പാടുന്നതായാലും നേരിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ ഒരു പാട്ട് പാടും, ആൾക്കാരെ ശ്രദ്ധിക്കും, നമ്മളപ്പം തന്നെ നമ്മുടെ കണ്ടന്റ് റീൽ എടുക്കും, എല്ലാവരോടും താങ്ക് യു പറയും, ഞങ്ങൾ അവിടെ നിന്ന് പോകും. സോ ഒരിക്കലും ഇപ്പം അവിടെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ടെങ്കിൽ പോലും കൂടിപ്പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ സഹിക്കുന്നത് 2-3 മിനിറ്റ് മാത്രം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്. അപ്പം തന്നെ ഞങ്ങൾ പാടി സിറ്റുവേഷൻ നോക്കി ഞങ്ങൾ അവിടെ നിന്ന് പോകും. ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ചില സ്ഥലത്ത് പോയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് അവിടെ ആൾ കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം ഇവിടെ ആൾ കൂടിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്, സോ ഇവിടെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അതെ ബ്രോഡ്വേയിൽ നമ്മൾ ചെയ്യാൻ പോയിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ പബ്ലിക് പ്ലേസിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ വെച്ചിരുന്ന സാധനം ആദ്യം ബ്രോഡ്വേയിലായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ഐഡിയ അവിടെ ആയിരുന്നു. അവിടെ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്. അവിടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മള് ഗിറ്റാർ ഉൾപ്പെടെ നമ്മളെ കൊണ്ടുപോകും, പോലീസുകാർ കൊണ്ടുപോകും. അത് കൺഫേം. അതുകൊണ്ടാണ് അപ്പൊ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് മെട്രോ ആണ്. അത് കാരണം ഇത്ര മിനിറ്റ് നമുക്കൊരു റീലിനുള്ള കാര്യമേ ഉള്ളൂ. ആൾക്കാരുടെ റിയാക്ഷനും നമ്മുടെ പാട്ടും ഇത് കണ്ട് നമ്മൾ ഇറങ്ങുന്നു. ലാസ്റ്റ് ട്രിപ്പാണ് നമ്മൾ കയറി, റഷ് ഉണ്ടാവില്ല, അധികം ആൾക്കാരും ഇല്ല. കയറി ഇറങ്ങി നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്തു. 2 ദിവസം ഓക്കെ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസം ഒന്നും കുഴപ്പമില്ല. ഒരാഴ്ച എന്റെ ഇതില് ഫസ്റ്റ് ഞാനൊരു ഒറ്റ വീഡിയോ കണ്ടേ, ഞങ്ങളുടെ ഒരു ഇത് പറയുന്നതായിട്ടൊരു വീഡിയോ കണ്ടേ. അത് കഴിഞ്ഞ് ആ വീഡിയോ കാണുമ്പോഴും വേറെ ട്രോളൊന്നും കണ്ടില്ല. പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് തുരുതുര. ഞങ്ങളിപ്പോ അറിയപ്പെടുന്ന എന്താ പറയോ, പൊതുശല്യം. ഞാൻ മെസ്സേജ് ഇട്ടാ, ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് ഇതിശ ഇങ്ങനെ ട്രോളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തലയൊക്കെ വെട്ടി വെച്ചിട്ടൊക്കെ ട്രോളൊക്കെ വന്നത്. മോനെ അത് രസമായിരുന്നു. CID മൂസിലെ ബാത്റൂം ഇന്നിവിടെ കത്തിക്കാം. ട്രോളത്തെ കുഴപ്പമില്ല. ഒരു ഉച്ചക്ക് കഴിഞ്ഞപ്പോഴില്ല ഇൻസ്റ്റഗ്രാമും തുറക്കാൻ പറ്റുന്നില്ല. ഫോട്ടോ പിന്നെ പരദേശി 5 എന്നുള്ള മൊത്തത്തിൽ മാറി
നിങ്ങ അത് തന്നെ നിങ്ങളത് ഏറ്റെടുക്ക്. ഒരു കുഴപ്പമില്ല. അത് പിന്നെ കോളും മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ആയി എല്ലാവരും. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇപ്പോ ഞങ്ങളിങ്ങനെ ചെയ്തു പോയി, അത് ഞങ്ങള് തെറ്റ് പറഞ്ഞ് ഓക്കെ ഞങ്ങള് ചെയ്തത് ശരിയല്ല. പക്ഷെ ഇതിന്റെ ഞങ്ങളുടെ ഇടയിലല്ലാണ്ട് ഇതിന്റെ പുറത്ത് പല സിംഗേഴ്സ് ഉണ്ട്, പല ആർട്ടിസ്റ്റുമാരുണ്ട്, നല്ല നല്ല ആർട്ടിസ്റ്റുമാരുണ്ട്. വരുന്ന തലമുറയാണ് ഇപ്പൊ അവരോട് തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഇതേപോലത്തെ ഏരിയകളിൽ പാടാണ്ടിരിക്കുക. അല്ലാണ്ട് ഇപ്പൊ നല്ല പബ്ലിക്കായിട്ട് ഇപ്പോൾ പാർക്കോ അവിടെയൊക്കെ പോയിട്ട് മാക്സിമം പാടാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ഏരിയകളൊക്കെ ഒഴിവാക്കുക. ഇനി നമ്മളെ കണ്ടിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറയരുത് ഒരിക്കലും. കാരണം അത് അതുകൊണ്ട് ഞാൻ എടുത്തു പറയണത്, കാരണം അങ്ങനെ ഞങ്ങളെ കണ്ടിട്ട് ഇനി അതേപോലെ ഒരു പരിപാടിക്ക് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ എയറിലാവും. നമ്മൾ എന്തായാലും നിങ്ങളുടെ മ്യൂസിക്കിനെ പറ്റി ഇത്രയും പറഞ്ഞു. നമുക്കൊരു ജാമിങ് ആയാലോ? മ്യൂസിക്കും വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്ത് പറയുന്നു? കളിവാക്കിൻ മുനയുടെ നാവിൽ മുള്ളു തന്നെ എന്നാലും തേനായി പറയല്ലേ എന്റെ കാതിൽ പതിയെ നീ. ഞാനല്ലേ നിന്മാരൻ നറുനില ഒളിയം വിനയരുതേ ഇനി എന്റെ ജന്മ സഖി. See my hero, I see my hero, you're my hero, yeah, yeah, Thank you.